ഹരിശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഡിസംബർ മാസത്തിൻ്റെ സംഭവിക്കുന്ന രാശിമാറ്റമാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വിശാഖാൻ്റെ തൃക്കേട്ട 3 നാളുകളാണ് പറയുന്നത്. ചാനൽ ആദ്യമെങ്കിലും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലിൻ്റെ ആകൃതി ഒരു ചിത്രം കാണാം. അത് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഹോൾ എന്ന് കാണും, അതൊന്ന് തൊട്ട് വെച്ചേക്കുക. നിങ്ങളുടെ വിശാഖം നാളിൻ്റെ അധിപനായ വ്യാഴം വക്രസ്ഥിതിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കിലും കർമ്മത്തിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ പറയാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിലും ഉലച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കടങ്ങൾ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ദൂര സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അടുത്തേക്കോ ഒക്കെ സ്ഥലം മാറ്റാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകാൻ സാധ്യതയുണ്ട്. പക്ഷെ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ പരിശ്രമങ്ങൾ ഫലവും ഉണ്ടാകും. പരിശ്രമത്തിന് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും. പ്രണയിതാക്കൾക്ക് എതിർപ്പിനെ മറികടന്ന വിവാഹത്തിൽ തീരുമാനത്തിലെത്താനും സാധിക്കും. പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വിശാഖത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അനിഴ നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിത്യനും ചൊവ്വയും ജന്മരാശിയിൽ 2-ലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം വീണ്ടും അഷ്ടമത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അലച്ചിലും അതായത് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അലച്ചിലൊക്കെ ഉണ്ടാവും. വെറുതെ നിങ്ങളുടെ ഊർജം പാഴാക്കുന്ന കളയും. അധികാരികളുടെ പ്രോത്സാഹനം കിട്ടാൻ സാധ്യതയില്ല. നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണം ശത്രുക്കളെ സൃഷ്ടിക്കും. തൊഴിലിൽ ശ്രദ്ധ കുറയും. പുതിയ നിയമങ്ങളൊക്കെ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് കൊണ്ടുവരുന്നെങ്കിൽ അതിലേക്ക് എതിർപ്പ് നിങ്ങൾ അറിയിക്കും. കലാജീവിതത്തിലുള്ള ആൾക്കാർക്ക് കഴിവിനൊത്തുള്ള അവസരമൊന്നും ലഭിക്കുന്നതല്ല. പക്ഷെ വേണ്ടപ്പെട്ടവരുടെ സഹായമൊക്കെ കിട്ടും. വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിലും മുന്നേറാൻ സാധിക്കും. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭകരമാണ്. ഇത്രയും കാര്യങ്ങളാണ് അനിഴ നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി തൃക്കേട്ട നാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദിത്യനും ചൊവ്വയും ഓൾറെഡി നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാഹ്യവും അഭ്യന്തരവുമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ കഠിന അധ്വാനം ആവശ്യമായിട്ട് വരും. രാഷ്ട്രീയ ഇച്ഛകൾക്ക് കൈപ്പരിചി ഉണ്ടാവും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സമയം ഇപ്പോൾ നല്ലതല്ല എന്ന് എപ്പോഴും ഓർക്കുക. അതായത് ഏകോപനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എളുപ്പമായിരിക്കില്ല. മാസത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മാറ്റം വരും. ചിട്ടിയും വായ്പയൊക്കെ അതിലൂടെയൊക്കെ ധനം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച കടങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിനകത്ത് സമാധാനം നിലനിൽക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഈ 3 നാളുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.